പുതിയ ചാപ്റ്ററാണ് പഠിക്കുന്നത്. ചാപ്റ്റർ 8 തിയറി ഓഫ് മെട്രിസസ്. അപ്പോൾ ഒരു മെട്രിക്സ് എന്താണ് നമുക്ക് ഓൾറെഡി +2 നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. മെട്രിക്സ് എന്താ? മെട്രിക്സ് ഈസ് ആൻ റെക്ടാങ്കുലർ അറേ ഓഫ് നമ്പേഴ്സ്. മെട്രിക്സ് എന്ന് പറഞ്ഞാൽ റെക്ടാങ്കുലർ അറേ ഓഫ് നമ്പേഴ്സിനെയാണ് നമ്മൾ പറയുക മെട്രിസസ്. അപ്പോൾ നമ്മൾ ജനറലായിട്ട് ഒരു m/n മെട്രിക്സ് കൺസിഡർ ചെയ്യാം. m/n മെട്രിക്സ് കൺസിഡർ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഓരോ പ്രോപ്പർട്ടീസാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്, മെയിനായിട്ട് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് റാങ്ക്, ഒരു മെട്രിക്സിൻ്റെ റാങ്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യും, പിന്നെ സിസ്റ്റം ഓഫ് ഇക്വേഷൻ്റെ സൊല്യൂഷൻ എങ്ങനെ കണ്ടുപിടിക്കും, മെട്രിക്സ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് എങ്ങനെ കണ്ടുപിടിക്കുന്നത്, പിന്നെ ഐഗൺ വാല്യൂ പ്രോബ്ലംസ്, ഡയഗണലൈസേഷൻ ഓഫ് മെട്രിസസ്, പിന്നെ LU ഫാക്ടറൈസേഷൻ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പം നമ്മൾ ജനറലായിട്ട് ഒരു m/n മെട്രിക്സ് എടുക്കാം. m/n മെട്രിക്സ് A എന്ന് പറഞ്ഞെടുക്കുക. അപ്പം അതിൻ്റെ ജനറൽ ഫോം എങ്ങനെയാണ് നമ്മൾ സാധാരണ എഴുതാറ്? ഫസ്റ്റത്തെ എലമെൻറ്റ് A11, അടുത്ത A12, A13 എക്സെട്ര A1n, ഇവിടെ A21, A22 എക്സെട്ര A2n, ഇനി എക്സെട്ര m/n പറഞ്ഞത്. അപ്പോൾ m എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് റോസിനെ റെപ്രസെൻ്റ് ചെയ്യും, n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് കോളം. അപ്പോൾ എത്ര റോ ഉണ്ടാവും? m റോസേ ഉള്ളൂ. അപ്പോൾ AM1 വരും. ഇവിടെ ലാസ്റ്റ് എലമെൻ്റ് എന്ന് പറയുന്നത് AM2 എക്സെട്ര AMn. അപ്പോൾ ഇവിടെ എത്ര റോസ് ഉണ്ടാവും? m റോസും n കോളംസും ഉണ്ടാവും ഈ മെട്രിക്സിൽ. m റോസും n കോളംസും. ഇതാണ് ജനറൽ ആയിട്ടുള്ള മെട്രിക്സിൻ്റെ ഫോം. ഇനി ഇതിൽ നമ്മൾ റോയിലുള്ള വെക്ടേഴ്സിനെ എടുക്കാം. ഫസ്റ്റ് റോസ്, ഓരോ റോസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. അതിൽ ഫസ്റ്റ് റോ എന്ന് പറഞ്ഞാൽ ഈ റോയാണ് അല്ലേ. അതിനെ നമ്മൾ വെക്ടർ U1 ആയിട്ട് എടുത്തു. റോസ് U1 എന്ന് പറഞ്ഞാൽ ഇതാ A11, A12. അതിന് വെക്ടറുകളായിട്ട് കോമ ഇട്ടിട്ട് എഴുതാം. എക്സെട്ര A1n. അതുപോലെ U2 എന്ന് പറയുന്നത് എന്തായിരിക്കും? അടുത്ത റോ A21, A22. കോമ ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഇങ്ങനെ വെക്ടറായിട്ട് എഴുതിയാൽ മതി. എക്സെട്ര A2n, പിന്നെ എക്സെട്ര UM വരെ ഉണ്ടല്ലേ. UM എന്ന് പറയുന്നത് AM1, AM2 എക്സെട്ര AMn. അപ്പം ഇതാണ് നമ്മുടെ റോസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പം ഇതിനെ നമ്മൾ പറയാം ദ റോസ് U1, U2 എക്സെട്ര UM. അതിന് നമ്മൾ പറയുന്ന പേരാണ് ദ റോ വെക്ടേഴ്സ് ഓഫ് A. ദ റോസ് U1, U2 എക്സെട്ര UM are called the row vectors of matrix A. ഇനി അതുപോലെ ഇനി കോളം കൺസിഡർ ചെയ്യുക. ഈ മെട്രിക്സിന്റെ കോളം കൺസിഡർ ചെയ്ത് നോക്കുക. കോളം വെക്ടേഴ്സിനെ എഴുതുക. ആൻഡ് ദ കോളംസ് കോളം കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഏതാ? ഇങ്ങനെ ഓരോ വെക്ടർ. അതിനെങ്ങനെ എഴുതാം? ഫസ്റ്റ് അതിന് V ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യുക. V1 ഫസ്റ്റ് കോളം എഴുതുക. A11, A12 എക്സെട്ര A21 എക്സെട്ര AM1. ഇത് ഫസ്റ്റ് വെക്ടർ. അടുത്ത വെക്ടർ A12, A22 etc.
എ m2 അങ്ങനെ എക്സെട്ര എത്ര കോളം ഉണ്ടാവും? n കോളംസ് ഉണ്ടാവും. a1n a2n എക്സെട്ര amn. അപ്പോൾ ഈ വെക്റ്റേഴ്സിനെ ഇതിനെ നമ്മൾ പറയാ കോളം വെക്റ്റേഴ്സ് ആർ കോൾഡ് ദ കോളം വെക്റ്റേഴ്സ് ഓഫ് എ. കോളം വെക്റ്റേഴ്സ് ഓഫ് എ എന്ന് പറയും. കോളം വെക്റ്റേഴ്സ് ഓഫ് എ. ഈ വെക്റ്ററിനെ നമ്മൾ പറയും. ഇനി ഇപ്പം ഈ മെയിനായിട്ട് ഈ കൺസെപ്റ്റ് പറഞ്ഞത് നമ്മൾ റാങ്ക് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി നമുക്ക് റോ വെക്റ്ററും കോളം വെക്റ്ററും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ മെയിനായിട്ട് നമ്മളെ സെക്ഷനിൽ പഠിക്കുന്നതിൽ 2 ബേസിലും ചെയ്യും. നമ്മൾ റോയിനെ പറ്റിയാണ് മെയിനായിട്ട് പഠിക്കുന്നത്. റോയിൻ്റെ ബേസ് ചെയ്തിട്ടാണ് പഠിക്കുന്നത്. കോളം ബേസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ റാങ്ക് ഒക്കെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി ഈ വെക്റ്റേഴ്സ് ആവശ്യമുണ്ട്. അതിനുവേണ്ടിയാണ് നമ്മൾ ജനറൽ കേസ് ഇവിടെ പറഞ്ഞത്. അപ്പം ഇനി ഇത് കഴിഞ്ഞാൽ നമ്മളിനി പഠിക്കുന്നത് റാങ്ക് എങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു. ഒരു മെട്രിക്സിൻ്റെ റാങ്ക് നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നു നോക്കാം. റാങ്ക് ഓഫ് എ മെട്രിക്സ്. റാങ്ക് ഡിഫൈൻ ചെയ്യാം. റാങ്ക് ഓഫ് എ മെട്രിക്സ് ഡിഫൈൻ ചെയ്യുമ്പോൾ അപ്പോൾ ദ റാങ്ക് ഓഫ് ആൻ m/n മെട്രിക്സ് എ ഡിനോട്ടഡ് ബൈ റാങ്കിനെ ഡിനോട്ട് ചെയ്യുക റാങ്ക് ഓഫ് എ എന്ന് പറഞ്ഞാൽ ഡിനോട്ട് ചെയ്യുക ഈസ് ദ മാക്സിമം നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡന്റ് റോ വെക്ടേഴ്സ് ഇൻ മെട്രിക്സ് എ. എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഒരു മെട്രിക്സ് കണ്ടു. ആ മെട്രിക്സിന്റെ റാങ്ക് അറിയണമെങ്കിൽ അതിൽ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിട്ട് എത്ര റോ വെക്ടേഴ്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ m വെക്ടേഴ്സ് ഉണ്ടായിരുന്നു അതിൽ. അപ്പോൾ m വെക്ടേഴ്സ് വേണമെങ്കിൽ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആവും. അങ്ങനെയാണെങ്കിൽ റാങ്ക് എന്തായിരിക്കും? m ആയിരിക്കും. പിന്നെ m വെക്ടേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡന്റ് അല്ല, ചിലപ്പോൾ അതിൽ അങ്ങനെയാണെങ്കിൽ ലീനിയർലി ഇൻഡിപെൻഡന്റ് അല്ലെങ്കിൽ അതൊന്ന് ഒരു വെക്ടർ കുറച്ചിട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ m-1 വെക്ടേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ റാങ്ക് അതായിരിക്കും. അങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ റാങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? മാക്സിമം നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡന്റ് റോ വെക്ടേഴ്സ്. ഏറ്റവും മാക്സിമം ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിട്ട് എത്ര റോ വെക്ടേഴ്സ് ഉണ്ടോ മാക്സിമം, അതാണ് ഒരു മെട്രിക്സിന്റെ റാങ്ക് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ u1 u2 എന്ന് പറഞ്ഞ റോ വെക്ടേഴ്സ് എടുത്തു അല്ലേ. അപ്പോൾ ഈ വെക്ടർ സ്പേസ് Rn കൺസിഡർ ചെയ്ത വെക്ടർ സ്പേസ് Rnലെ സെറ്റ് ഓഫ് വെക്ടേഴ്സ് ആണ് റോ വെക്ടേഴ്സ് എന്ന് എടുക്കുക. Rn എന്ന് പറഞ്ഞ വെക്ടർ സ്പേസിലെ സെറ്റ് ഓഫ് വെക്ടേഴ്സ് ആണ് ഈ റോ വെക്ടർ u1 u2 എക്സെട്ര un വരെ ഉണ്ടാവും. അപ്പോൾ u1 വരെയല്ല un വരെ ഉണ്ടാവും. u1 u2 എക്സെട്ര un are the set of vectors in the vector space Rn consider ചെയ്യാം. ഇനി let Ra equal to span of u1 u2 etc un കൺസിഡർ ചെയ്യാം. എന്ന് പറഞ്ഞാൽ ഈ വെക്ടേഴ്സ് Rനെ സ്പാൻ ചെയ്യുന്നുണ്ട്. Ra എന്ന് പറഞ്ഞാൽ എന്താ? Ra എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എടുത്ത ആ മെട്രിക്സിന്റെ റോ വെക്ടറിന്റെ കളക്ഷൻ അല്ലെ, സെറ്റ് ഓഫ് ഓൾ ലീനിയർ കോമ്പിനേഷൻസ് ഓഫ് റോ വെക്ടേഴ്സ്. സെറ്റ് ഓഫ് ഓൾ ലീനിയർ കോമ്പിനേഷൻസ് ഓഫ് റോ വെക്ടേഴ്സ് ഓഫ് മെട്രിക്സ് എനെയാണ് നമ്മൾ Ra എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ സ്പാൻ ആയിട്ട് എടുത്തു. Ra എന്ന് പറയുന്നത് സ്പാൻ ഓഫ് ഈ വെക്ടേഴ്സിന്റെ സ്പാൻ ആയിട്ട് എടുത്തു. ഇനി നമുക്ക് Ra എന്ന് പറയുന്നത് മെട്രിക്സിൽ എത്ര എലമെന്റ്സ് ഉണ്ടായിരുന്നു? ശരിക്കും എത്ര വെക്ടേഴ്സ് ഉണ്ടായിരുന്നു? റോ വെക്ടേഴ്സ് m റോ വെക്ടേഴ്സ് ഉണ്ടായിരുന്നത്.
അപ്പോൾ ഇവിടെ യു എം വരെ എടുത്താൽ മതി. നമുക്കറിയാം ആർ എ എന്ന് പറയുന്നത് ആർ എ ഇതിനെ സ്പാൻ ചെയ്യുന്നു. ആർ എ സബ് സ്പേസ് ഓഫ് ആർ എൻ ആണല്ലോ. ആർ എ എന്ന് പറയുന്നത് ആർ എന്നിൻ്റെ ഒരു സബ് സ്പേസ് ആണല്ലോ. ആർ എന്നിൻ്റെ ഒരു സബ് സ്പേസ് ആണ് ആർ എ എന്ന് പറയുന്നത് അല്ലേ. ഇനി ഇതില് അപ്പോൾ ഈ ആർ എന് നമ്മൾ എന്ത് പറയും? ഈ ആർ എന്ന് പറയുന്നതാണ് ഇപ്പോൾ U1 U2 എക്സെട്ര UM സ്പാൻ ചെയ്യുന്ന ആ സബ് സ്പേസിനെ നമ്മൾ എന്ത് പറയും? റോ സ്പേസ് ഓഫ് മെട്രിക്സ് എ എന്ന് പറയും. റോ സ്പേസ് ഓഫ് മെട്രിക്സ് എ. മെട്രിക്സ് എ ഇവിടെ ഇതിൻ്റെ ഡയമെൻഷൻ, ഇതിൽ എം വെക്ടേഴ്സ് ഉണ്ടാവും. ഓരോ വെക്ടറിൻ്റെ ഓർഡർ എന്താ? എൻ ആണ്. ആർ എന്നിലെ എലമെന്റ്സ് ആയിരിക്കും പക്ഷേ ഇത് ഓരോ വെക്ടറുകളും. അപ്പോൾ ഇതിൽ എം എണ്ണം ഉണ്ടാവും അല്ലേ. നമ്മൾ വെക്ടർ എയിൽ എം റോസ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എം എണ്ണം ഉണ്ടാവും. അപ്പോൾ അത് ആർ എന്നിൻ്റെ ഒരു സബ് സ്പേസ് ആണ്. അപ്പോൾ അതിന് നമ്മൾ വിളിക്കുക റോ സ്പേസ് ഓഫ് മെട്രിക്സ് എ എന്നാണ് പറയുക. റോ സ്പേസ് ഓഫ് മെട്രിക്സ് എ എന്ന് പറയാം. ഇനി നമ്മൾ എടുക്കുക എ എന്ന് പറഞ്ഞ മെട്രിക്സിന്റെ ലെറ്റ് ദ റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് കെ ആണെന്ന് വിളിക്കാം. ലെറ്റ് റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് കെ ആണെന്ന് വിചാരിക്കുക. അപ്പൊ റാങ്ക് എ അല്ല കെ ആണെങ്കിൽ നമുക്ക് എന്താ പറയാ? അവിടെ കെ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള റോ വെക്ടേഴ്സ് ഉണ്ടാവും അല്ലേ. എന്ന് വെച്ചാൽ U1 U2 എക്സെട്ര UK എന്ന് പറയുന്നത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. കെ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള റോ വെക്ടേഴ്സ് ഉണ്ടാവും. അപ്പം അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? സ്പാൻ ഓഫ് U1 U2 എക്സെട്ര UK എന്ന് പറയുന്നത് എന്താന്ന് കിട്ടും? ഇവിടെ ആറയാന്ന് കിട്ടും അല്ലേ. ഹെൻസ് സെറ്റ് അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്താ പറയാ? സെറ്റ് U1 U2 എക്സെട്ര UK എന്ന് പറയുന്നത് ഒരു ബേസിസ് ആണ് അല്ലേ. ഈസ് എ ബേസിസ് ഫോർ ആർ എന്ന് പറയാം. അപ്പം ഇതൊരു ആർ എയുടെ ബേസിസ് ആണെന്ന് പറയാം. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഡയമെൻഷൻ. ഇപ്പം ഇതിൻ്റെ ഡയമെൻഷൻ എന്താ? റോ സ്പേസിൻ്റെ ഡയമെൻഷൻ എന്താ? ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇതിൽ എത്ര എലമെന്റ് ഉണ്ടെന്ന് അല്ലേ. ഈ സ്പേസിൻ്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ഇതിൽ എത്ര എലമെന്റ് ഉണ്ട്? കെ എലമെന്റ് ഉണ്ട് അല്ലേ. അപ്പോൾ ആ ഡയമെൻഷൻ ഓഫ് റോ സ്പേസ് കെ ആണ്. അതുപോലെ റാങ്ക് കെ ആണ്. അപ്പൊ നമുക്ക് റാങ്കിനെ വേറെ ഒരു രീതിയിലും കൂടെ പറയാം. റാങ്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഡയമെൻഷൻ ഓഫ് റോ സ്പേസ്. ഡയമെൻഷൻ ഓഫ് റോ സ്പേസ് എന്നും കൂടെ പറയാം അല്ലേ. റോ സ്പേസിനെ നമ്മൾ ആർ എന്ന് പറഞ്ഞാൽ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ റോ സ്പേസിന്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ റാങ്ക് ആണ്. നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡന്റ് റോ വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ റാങ്ക് ആണ്. അപ്പോൾ റാങ്ക് കണ്ടുപിടിക്കാൻ അങ്ങനെ പല മാർഗമുണ്ട്. നമ്മൾ മെയിനായിട്ട് നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡന്റ് റോ വെക്ടേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ചെയ്തൊക്കെ റാങ്ക് കണ്ടുപിടിക്കാനുള്ളത് അത് വെച്ചിട്ട് ഞാൻ റോ സ്പേസിൻ്റെ കാര്യവും ഈ പ്രോബ്ലം വെച്ചിട്ട് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾക്ക് മുന്നേ പറഞ്ഞത് കുറച്ചും കൂടെ ക്ലിയർ ആവും. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: ഫൈൻഡ് ദ റാങ്ക് ഓഫ് ദ 3/4 മെട്രിക്സ് A equal to 1 1 minus 1 3 2 minus 2 6 8 3 5 minus 7 8 ഇതാണ് നമ്മുടെ മെട്രിക്സ്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? റോ വെക്ടേഴ്സ് എഴുതണം. The row vectors are ഇവിടെ എത്ര റോ വെക്ടേഴ്സ് ഉണ്ട്? 1 2 3 റോസ് ഉള്ളത്. അപ്പോൾ ആ വെക്ടേഴ്സ് എഴുതുക. ഫസ്റ്റത്തെ വെക്ടറിന് നമ്മൾ U1 കൊടുത്തു. U1 എന്ന് പറഞ്ഞാൽ 1 1 minus 1 3
second vector u2 equal to 2 minus 2 6 8, third vector 3 5 minus 7 8. അപ്പം 3 വെക്ടർ കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ആദ്യമായിട്ട് ഇത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ ചെക്ക് ചെയ്യണം. ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ റാങ്ക് എത്രയാണ്? 3 ആയിരിക്കും. ലീനിയർലി ഇൻഡിപെൻഡൻ്റ് അല്ലെങ്കിൽ പിന്നെ 2 വെക്ടേഴ്സ് എടുത്തിട്ട് ചെക്ക് ചെയ്ത് നോക്കുക ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ. അങ്ങനെയാണ് ചെയ്ത് നോക്കുക. അപ്പോൾ ആദ്യം ഇത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ നോക്കുക. അപ്പോൾ നമ്മൾ 3 കോൺസ്റ്റൻറ്റുകൾ റിയൽ നമ്പേഴ്സ് എടുക്കുകയാണ്. ഫോർ എനി real numbers a, b, c, a into u1 plus b into u2 plus c into u3 equal to 0. ഇനി ഇതിൽ നിന്ന് എയും ബിയും സിയും ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വാല്യൂസ് ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. 0 എന്ന് പറഞ്ഞാൽ 0 വെക്റ്റർ ആണ് കേട്ടോ. അപ്പോൾ ഇറ്റ് ഇംപ്ലൈസ് എ ഇൻറ്റു യു വൺ എന്താ 1 1 minus 1 3 plus b into 2 minus 2 6 8 plus c into 3 5 minus 7 8 equal to 0 0 0 0. 4 0 ഉണ്ടാവും. ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് 4 ഇക്വേഷൻസ് ഇതിൽ നിന്ന് ഫോം ചെയ്യാം. അപ്പോൾ 4 ഇക്വേഷൻസ് ഇതിൽ നിന്ന് ഫോം ചെയ്യാം. ആദ്യം ഫസ്റ്റ് എലമെൻറ്റുകൾ നമ്മൾ ആഡ് ചെയ്ത ഒരു ഇക്വേഷൻ കിട്ടും. ഫസ്റ്റ് എലമെൻറ്റ് ആഡ് ചെയ്താൽ ഇവിടെ എ പ്ലസ് 2b പ്ലസ് 3c കോമ a minus 2b, ഇനി 5 into c 5c. അടുത്തത് മൈനസ് a 6b മൈനസ് 7c. അടുത്ത ലാസ്റ്റത്തെ 3a 8b പ്ലസ് 8c ഈക്വൽ ടു 0 0 0. അപ്പോൾ 4 ഇക്വേഷൻസ് ഇതിൽ നിന്ന് എടുത്തെഴുതാം. 4 ഇക്വേഷൻസ് നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? a പ്ലസ് 2b പ്ലസ് 3c equal to 0. അടുത്ത ഇക്വേഷൻ a minus 2b plus 5c equal to 0. അടുത്തത് minus a plus 6b minus 7c equal to 0. Last one 3a plus 8b പ്ലസ് 8c ഈക്വൽ ടു 0. അപ്പോൾ 4 ഇക്വേഷൻസ് കിട്ടി. ഇനി ഇത് സോൾവ് ചെയ്തിട്ട് എ ബി സി കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഇനി ഇത് സോൾവ് ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ സെക്കൻഡ് ഇക്വേഷനും ഫസ്റ്റ് ഇക്വേഷനിലും ഇവിടെ നോക്കി എ സെയിം ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് സെക്കൻഡ് ഇക്വേഷൻ സബ്ട്രാക്ട് ചെയ്യാം. ഇത് ഇക്വേഷൻ 1 2 3 4. ഇക്വേഷൻ 1 മൈനസ് ഇക്വേഷൻ 2 ഇതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ എ മൈനസ് എ 0 2b മൈനസ് 2b എന്ന് പറയുമ്പോൾ 4b വരും. മൈനസ് മൈനസും പ്ലസ് ആവും. ഇനി 3c മൈനസ് 5c എത്രയാ? മൈനസ് 2c ഈക്വൽ ടു 0. ഒരു ഇക്വേഷൻ കിട്ടി. ഇനി ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 4b ഈക്വൽ ടു 2c. രണ്ട് സൈഡിൽ നിന്ന് ഓരോ 2 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ c ഈക്വൽ ടു 2b എന്നുള്ളൊരു ഇക്വേഷൻ കിട്ടും. ഇനി അടുത്തത് ഈ വാല്യൂ നമ്മൾ തേർഡ് ഇക്വേഷനിലും ഫോർത്ത് ഇക്വേഷനിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം.
substituting C equal to 2B in equation 3 and 4. ഇപ്പം എന്ത് കിട്ടും? ഇവിടെ സിക്ക് മാത്രം വാല്യൂ എടുക്കാം. അപ്പം A പ്ലസ് 6B, സിക്ക് വാല്യൂ എന്ത് കൊടുക്കും? സി ഇവിടെ -7 ഓൾറെഡി ഉണ്ട്. സിക്ക് 2B കൂടെ കൊടുക്കുമ്പോൾ -7 × 2 14B എന്ന് വരും, ഈക്വൽ ടു 0 എന്ന് വരും. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്ത് എന്താ വരും? 6Bയും -14Bയും 6ൽ നിന്ന് 14 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 8. അപ്പോൾ ഇവിടെ -8B ഈക്വൽ ടു 0. മൈനസ് നമുക്ക് ക്യാൻസലാക്കി കളയാലോ. -8B ഈക്വൽ ടു 0. അതിനർത്ഥം A പ്ലസ് 8B ഈക്വൽ ടു 0 ആയാലും പ്രശ്നമില്ല. ഇനി അടുത്ത ഈ വാല്യൂ നമ്മൾ എന്ത് ചെയ്യുക? 4th ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 4th സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 3A പ്ലസ് 8B പ്ലസ് 8 × 2B എന്ന് വരും. സിക്ക് വരെ 2B കൊടുക്കുമ്പോൾ 8 × 2 16B ഈക്വൽ ടു 0. അപ്പം എന്ത് കിട്ടി? 3A 8 പ്ലസ് 16 24 വരും അല്ലേ? 24B ഈക്വൽ ടു 0. അപ്പോൾ ഇതിൽ നമുക്ക് 3 കോമൺ ആയിട്ടുണ്ട്. 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് വരും ഇക്വേഷനിൽ? ഇവിടെ A വരും, ഇവിടെ 8 × 3 ആണ്. അപ്പോൾ 8B ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് 2 ഇക്വേഷൻ സോൾവ് ചെയ്തപ്പോഴും ഇങ്ങനെ ഒരു ഇക്വേഷൻ ആയിട്ട് A പ്ലസ് 8B ഈക്വൽ ടു 0. അത് തന്നെ രണ്ടിലും നമുക്ക് ഈ വാല്യൂ ഇട്ട് കൊടുത്താൽ കിട്ടുന്നത് അല്ലേ? അപ്പോൾ C ഈക്വൽ ടു 2Bയും A പ്ലസ് 8B ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ 2 ഇക്വേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളൊരു ബിക്ക് ഒരു വാല്യൂ ചൂസ് ചെയ്ത് നോക്കാം. നമ്മൾ ബിക്ക് ഒരു വാല്യൂ ചൂസ് ചെയ്യാം. ജസ്റ്റ് അപ്പം ബിക്ക് ഒരു വാല്യൂ ചൂസ് ചെയ്തേ നമുക്ക് ഇവിടെയും ഇവിടെയും വാല്യൂ കിട്ടുമല്ലോ അല്ലേ? അപ്പം ബിക്ക് നമ്മൾ 1 എന്നൊരു വാല്യൂ ചൂസ് ചെയ്തു. ചൂസ് B ഈക്വൽ ടു 1. ബി വാല്യൂ കിട്ടി കഴിഞ്ഞാൽ സിയും കിട്ടും, ഇതിൽ നിന്ന് ബിയും കിട്ടും അല്ല എയും കിട്ടും. അപ്പോൾ B 1 ആണെങ്കിൽ സി എന്ന് പറയുന്നത് എന്ത് വരും? 2 വരും അല്ലേ? ഇവിടെ ബിൻ്റെ വാല്യൂ ഇട്ട് കൊടുത്താൽ C 2 വന്നു. ഇനി എ എന്താവും? എ എന്ന് പറഞ്ഞാൽ -8B ആണ്. -8 × B എന്ന് പറഞ്ഞാൽ 1. അപ്പോൾ എ എന്ന് പറയുന്നത് -8 കിട്ടി. അപ്പോൾ നോക്കി B 1 ആയിട്ട് ചൂസ് ചെയ്താൽ B 1 ആയിട്ട് ചൂസ് ചെയ്യാൻ അർത്ഥം നമുക്ക് ശരിക്കും കിട്ടേണ്ടത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ നമുക്ക് കിട്ടേണ്ടത് എന്താ? B 0 ആയിരിക്കണം അല്ലേ? അപ്പോൾ B 0 അല്ലാത്ത സൊല്യൂഷൻ ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി ഞാൻ ഒരു വാല്യൂ എടുത്ത് ചെക്ക് ചെയ്ത് നോക്കാം. B 1 ആയിട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് സിയും എയും നോൺ സീറോ ആയിട്ട് കിട്ടി. അപ്പോൾ എയും ബിയും സിയും നോൺ സീറോ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ഉണ്ട്. ഇത് ഓൾറെഡി സൊല്യൂഷൻ ആണല്ലോ. B 1ഉം C 2ഉം A -8ഉം കൊടുത്താൽ ഈ ഇക്വേഷനിലൊക്കെ 0 കിട്ടും. അപ്പോൾ അതിനർത്ഥം എന്താ? അപ്പോൾ 3 0 അല്ലാതെ കിട്ടി. അപ്പോൾ ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണെന്നാണ്. അപ്പം ഈ 3 വെക്ടേഴ്സും ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണെന്നാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇതിനർത്ഥം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? അപ്പം ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? -8 A എന്ന് പറഞ്ഞാൽ -8 ആണല്ലോ. AU1 പ്ലസ് B എന്ന് പറയുന്നത് 1 ആണ്. BU2 പ്ലസ് C എന്ന് പറയുന്നത് 2. U3 ഈക്വൽ ടു 0. അപ്പോൾ ഈ ഇക്വേഷന് എന്താ? ഈ U1 U2 U3 ഒക്കെ പറയുന്നത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണെന്ന് പറയാം. A B C ഈ വാല്യൂ എടുത്താലും കിട്ടും. അപ്പോൾ ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പോൾ റാങ്ക് എന്തായാലും 3 അല്ല. ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണെങ്കിൽ റാങ്ക് 3 ആയിരിക്കില്ല.
ഇനി അതിൽ ചെറിയ ഏതെങ്കിലും നമ്പർ ആയിരിക്കും. അപ്പോൾ നമുക്കിത് ചെയ്ത് നോക്കാം. Therefore, row vectors u1, u2, u3 are linearly dependent. അപ്പോൾ ഇനി എന്ത് ചെയ്യണം? ഇനി രണ്ട് വെക്ടർ എടുത്ത് ചെക്ക് ചെയ്ത് വെക്കുക. ഏതെങ്കിലും രണ്ട് വെക്ടർ തമ്മിൽ ലീനിയർലി ഡിപ്പെൻഡൻ്റ് അല്ലാതെ ആയാൽ മതി, ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയാൽ മതി. റാങ്ക് 2 ആവും. അപ്പോൾ രണ്ട് വെക്ടർ എടുക്കുക, u1 u2 എടുത്തു നോക്കാം. u1ഉം u2 എടുത്തു വെക്കുക. അപ്പോൾ രണ്ട് വെക്ടറിൻ്റെ കേസിൽ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ചെക്ക് ചെയ്യാൻ നമ്മൾ ഒത്തിരി ഒന്നും ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പോൾ 3 വെക്ടറൊക്കെ ആണെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ എന്ത് ചെയ്യുക, a ഇൻറ്റു u1 പ്ലസ് b ഇൻറ്റു u2 പ്ലസ് c ഇൻറ്റു u3 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാല്യൂ കണ്ടാൽ മതി. പക്ഷെ രണ്ട് വെക്ടറെ ഇങ്ങനെ ചെയ്യാനുള്ളെങ്കിൽ നമ്മൾ ഇത്ര കഷ്ടപ്പെടുന്ന കാര്യമില്ല. ആ രണ്ട് വെക്ടറുകൾ തമ്മിൽ ഇപ്പോൾ u1 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ ഓഫ് u2 അങ്ങനെയെല്ലാം ആണെങ്കിൽ നമുക്ക് പറയാം ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ്. അങ്ങനെയൊന്നും അല്ലെങ്കിൽ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് എന്ന് അർത്ഥം. അപ്പം നിങ്ങൾക്ക് കൂടുതൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പം u1ഉം u2 എന്ന് പറഞ്ഞാൽ u1 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ശരിക്കും? u1 എന്ന് പറഞ്ഞാൽ u1 ഈക്വൽ ടു 1 1 മൈനസ് 1 3 ആണല്ലേ. u2 എന്ന് പറയുന്നത് 2 മൈനസ് 2 6 8. ഇതെന്തായാലും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ കോൺസ്റ്റന്റ് മൾട്ടിപ്പിളോ ഇതിൻ്റെ കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ ആണെങ്കിൽ ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആവും. ഇതിപ്പോൾ അങ്ങനെയൊന്നും അല്ല. കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഈ u2ൻ്റെ സ്ഥാനത്ത് ഒരു 2 2 മൈനസ് 2 6 ആയിരുന്നു വിചാരിക്കുക. u2 എന്ന് പറയുന്നത് ഇതാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് u2 എങ്ങനെ എഴുതാം? u2 എന്ന് പറഞ്ഞാൽ ഇതിനോട് 2 മൾട്ടിപ്ലൈ ചെയ്തതല്ലേ ഇത് അല്ലേ, 2u1 ചെയ്തായിരുന്നു. അപ്പോൾ ഇത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയാലും ഈ രണ്ട് വെക്ടേഴ്സും. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നും അല്ല. ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലൊന്നും ഈ വാല്യൂ നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് u1 u2 എന്താ? u1ഉം u2 എന്ന് പറയുന്നത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതിയാൽ മതി? സിൻസ് നെയ്തർ u1 or u2 is a constant multiple of other, comma the set of row vectors, therefore u1 u2 is linearly independent. അപ്പോൾ അത് രണ്ട് വെക്ടേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡന്റ് കിട്ടി. അപ്പോൾ റാങ്ക് എന്തായിരിക്കും? ഏറ്റവും മാക്സിമം പോസിബിൾ ആയിട്ടുള്ള ലീനിയർലി ഇൻഡിപെൻഡന്റ് വെക്ടേഴ്സിന്റെ റോ വെക്ടേഴ്സിന്റെ എണ്ണമാണ് പറഞ്ഞത് റാങ്ക്. അപ്പോൾ റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് 2 എന്ന് കിട്ടി. റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് ഈ കേസിൽ 2 ആണ്. ഇനിയിപ്പോൾ ഈ രണ്ട് വെക്ടേഴ്സ് എടുത്ത് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ലീനിയർലി ഡിപ്പെൻഡന്റ് കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പോൾ അടുത്ത വേറെ രണ്ട് വെക്ടേഴ്സ് എടുത്ത് ചെക്ക് ചെയ്ത് നോക്കണം. ഇതല്ലാതെ ഒരു u3 കൂടെ ഉണ്ടല്ലോ, u3ഉം u1ഉം എടുത്ത് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ അത് ലീനിയർലി ഇൻഡിപെൻഡന്റ് വരാം. അത് ലീനിയർലി ഇൻഡിപെൻഡന്റ് വന്നു കഴിഞ്ഞാൽ റാങ്ക് എന്ത് തന്നെയാ? 2. ഏതെങ്കിലും രണ്ട് വെക്ടേഴ്സ് വന്നാൽ മതിയല്ലോ. അപ്പൊ രണ്ട് വെക്ടേഴ്സിന്റെ കേസ് ഇവിടെ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് u1 u2 എടുക്കാം, ഒന്ന് u2 u3 എടുക്കാം, ഒന്ന് u1 u3 എടുക്കാം. അപ്പൊ 3 തരത്തിലെടുക്കാം. അപ്പോൾ ഏതെങ്കിലും ഒന്ന് ചെക്ക് ചെയ്ത് കിട്ടി ലീനിയർലി ഇൻഡിപെൻഡന്റ് കിട്ടിയാൽ റാങ്ക് 2. ഇനി അടുത്ത ഫസ്റ്റ് ചെക്ക് ചെയ്ത് ലീനിയർലി ഡിപ്പെൻഡന്റ് കിട്ടി. അപ്പൊ രണ്ടാമത് എന്ത് ചെയ്യണം? ഈ രണ്ട് വെക്ടറിൽ ഒരെണ്ണം എടുക്കുക, അടുത്ത വെക്ടറും കൂടി എടുക്കുക, എന്നിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ടും കിട്ടുന്നില്ലെങ്കിൽ റാങ്ക് എന്തായിരിക്കും? 1 ആയിരിക്കും. അത്രേ ഉള്ളൂ. ഇനി നമുക്ക് ഞാൻ പറഞ്ഞ റോ സ്പേസ് വെച്ചിട്ട് ഈ പ്രോബ്ലം ഒന്ന് നോക്കാം. റോ സ്പേസിന്റെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. നമ്മുടെ ഇവിടെ വെക്ടർ എന്തായിരുന്നു? 1 1 -1 3. അപ്പോൾ ഈ കേസിൽ
നമ്മുടെ ഈ U1 U2 U3 നമ്മൾ എടുത്തായിരുന്നു അല്ലേ? U1 U2 U3 നമ്മൾ എടുത്തായിരുന്നു. ഈ വെക്ടറൊക്കെ എന്താ, വെക്ടർ സ്പേസ്. ഇതിൻ്റെയൊക്കെ ഓർഡർ എത്രയാ? ഓരോ വെക്ടറിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? 4 എലമെന്റ്സ് ഉണ്ട് അല്ലേ? അപ്പൊ ഇത് വെക്ടർ സ്പേസ് R4 ഒരു എലമെന്റ് ആണ് അല്ലെ? U1 U2 U3 എന്ന് പറയുന്നത് R4 ഉള്ളത്. R4 എലമെന്റ് ആണ് U1 U2 U3 എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ റോ സ്പേസിന് നമ്മൾ RA എന്നായിരുന്നു ഡിനോട്ട് ചെയ്തിരുന്നത്. RA എന്ന് പറയുന്നത് ഇവിടെ എന്താ, സ്പാൻ ഓഫ് U1 U2 U3 ആയിരിക്കും അല്ലെ? സെറ്റ് ഓഫ് ഓൾ ലീനിയർ കോമ്പിനേഷൻ ഓഫ് ദ വെക്ടേഴ്സ് U1 U2 U3. ഇതെന്ന് പറയുന്നത് സബ് സ്പേസ് ഓഫ് R4 ആയിരിക്കും. സബ് സ്പേസ് ഓഫ് R4 ആയിരിക്കും. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്താ പറയാ, റോ സ്പേസ് ഓഫ് മെട്രിക്സ് A എന്ന് പറയാം അല്ലെ? പിന്നെ നമ്മൾ U1 U2 മാത്രമേ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ളൂ. നമുക്ക് പ്രോബ്ലം ചെയ്ത് കിട്ടി. U1 U2 ആണ് ലീനിയർലി ഇൻഡിപെൻഡന്റ്, 2 വെക്ടേഴ്സ് ആണ് ലീനിയർലി ഇൻഡിപെൻഡന്റ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? U1 U2 ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ട് U1 U2 RAയുടെ ഒരു ബേസിസ് ഫോം ചെയ്യും അല്ലെ? U1 U2 ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്, അത് RA സ്പാൻ ചെയ്യും. എന്നുവെച്ചാൽ സ്പാൻ ഓഫ് U1 U2 U3 എന്ന് പറയുന്നത് RA ആണ്. അതുപോലെ സ്പാൻ ഓഫ് U1 U2 മതി, U3ന്റെ കൂടെ ആവശ്യമില്ല, അതെന്ന് പറയുന്നത് RA ആണ്. അപ്പോ നമുക്ക് ഏറ്റവും ഇപ്പൊ ഇത് 3 എടുത്താലും RA സ്പാൻ ചെയ്യാം, അതുപോലെ ഇത് 2 എടുത്താലും സ്പാൻ ചെയ്യാം. അതുകൊണ്ട് നമ്മുടെ ഇവിടെ റാങ്ക് എന്ന് പറയുന്നത് എന്താണ്, RAയുടെ ഡയമെൻഷൻ ആണ് അല്ലെ? അപ്പൊ ഇത് ബേസിസ് U1 U2 എന്ന് പറയുന്നത് എന്താ, U1 U2 എന്ന് പറയുന്നത് ബേസിസ് ഫോർ RA ആണ്. U1 U2 എന്ന് പറയുന്നത് ബേസിസ് ഫോർ RA ആണ്. അപ്പൊ ആ ബേസിസിന്റെ ഡയമെൻഷൻ ആണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. RAയുടെ ഈ ബേസിസിന്റെ ഡയമെൻഷൻ നമ്മൾ ചെക്ക് ചെയ്യും. അപ്പൊ ഡയമെൻഷൻ ഓഫ് ദ റോ സ്പേസ്, ഡയമെൻഷൻ ഓഫ് റോ സ്പേസ് RA എന്ന് പറയുന്നത് ഇവിടെ എന്താ, ഇതിൽ എത്ര എലമെന്റ് ഉണ്ട്? 2 എലമെന്റ് ഉണ്ട്, അതാണ് 2. അപ്പൊ therefore റാങ്ക് ഓഫ് A equal to 2. ഇങ്ങനെയാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഇവിടെ RA എന്ന് പറയുന്നത് 3 എലമെന്റിനെ സ്പാൻ ചെയ്താലും കിട്ടും, 2 എലമെന്റിനെ സ്പാൻ ചെയ്താലും കിട്ടും. പക്ഷെ സെറ്റ് U1 U2 ആണ് ഇവിടെ ബേസിസ് ഫോം ചെയ്യുക. സെറ്റ് U1 U2 ആണ് RAക്ക് ബേസിസ് ഫോം ചെയ്യുക. അപ്പൊ അതാണ് നമുക്ക് റോ സ്പേസ് ആയിട്ട് നമുക്ക് ഇവിടെ എടുക്കേണ്ടത്. കാരണം ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്, ബേസിസും ഫോം ചെയ്യുന്ന, അതിന്റെ ഡയമെൻഷൻ ആണ്, ഡയമെൻഷൻ ഓഫ് റോ സ്പേസ് ആണ് എടുക്കുക. അതിവിടെ നമുക്ക് 2 ആണ് കിട്ടിയത്. അപ്പൊ അങ്ങനെ റാങ്ക് നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാം. അപ്പൊ നിങ്ങൾ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആവണമെന്നില്ല, ഫസ്റ്റത്തെ മെത്തേഡ് ചെയ്താൽ മതി. ഇനി നമുക്ക് റാങ്ക് കണ്ടുപിടിക്കാൻ വേറെ മെത്തേഡുകളുണ്ട്.